ബംഗളൂരുവിൽ രണ്ടാമത്തെ HMP വൈറസ് സ്ഥിരീകരിച്ചു. 3 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ വച്ചിരുന്നു. റഹീസ്, ആദ്യ കേസ് രാവിലെ സ്ഥിരീകരിച്ചു, തൊട്ടു പിന്നാലെ രണ്ടാമത്തെ കേസ് സ്ഥിരീകരിക്കുന്നു. ഏതെങ്കിലും തരത്തിലൊരു പകർച്ചയുടെ അന്തരീക്ഷമുണ്ട് എന്ന് ഭയക്കാനായോ റഹീസ്? ഹാഷ്മി, നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അത്തരത്തിൽ ഭയക്കേണ്ടതില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കാരണം HMP വൈറസ് സാധാരണഗതിയിൽ ഇന്ത്യയിൽ കാണുന്നതാണ്. ഇതിൽ ചൈനയിൽ പടരുന്ന വകഭേദം തന്നെയാണോ ഇപ്പോൾ ഈ കുട്ടികളിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ഇതിന് പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധന നടത്തുന്നുണ്ട്. ആ പരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ ഈ വൈറസിന്റെ മ്യൂട്ടേഷൻ ഏതാണ്, അതിന്റെ വകഭേദം ഏതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ചൈനയിൽ പടർന്നു പിടിക്കുന്ന അതേ വൈറസ്, ആ മ്യൂട്ടേഷൻ തന്നെയാണ്, ആ വകഭേദം തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ ഇനിയും ആയിട്ടില്ല. പക്ഷേ അടുത്തടുത്തായി 2 കേസുകളാണ് ഇപ്പോൾ കർണാടകയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് രണ്ടും ഒരേ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു ചെറിയ തരത്തിലുള്ള ജാഗ്രത അല്ലെങ്കിൽ ഒരു ആശങ്ക മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒപ്പം ഇതും 2 കുട്ടികൾക്കാണ്. സാധാരണഗതിയിൽ കുട്ടികൾക്ക് തന്നെയാണ് ഈ വൈറസ് ബാധ ബാധിക്കുന്നത്. അത് 3 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനും 3 മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനും ഒപ്പം തന്നെ 8 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനുമാണ് വൈറസ് ബാധ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി പനിബാധിതരായാണ് ഈ 2 കുട്ടികളും ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഇവർക്ക് ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയുടെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായി മാറാവുന്ന ഒന്ന്, ഇവർ രണ്ടുപേരും സംസ്ഥാനത്തിന് പുറത്ത് യാത്ര ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇവരുടെ മാതാപിതാക്കളിൽ നിന്ന് വിവരങ്ങൾ തേടുമ്പോൾ അത്തരത്തിൽ യാത്രകളൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അവിടെ മറ്റു വിദേശത്ത് നിന്ന് എത്തിയവരോ സംസ്ഥാനത്തിന് പുറത്തു നിന്ന് എത്തിയവരുമായി അധികം കോണ്ടാക്ട് ഈ 2 കുട്ടികൾക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളത് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമായ ഒന്നായി മാറും. അങ്ങനെ നടത്തുന്ന പരിശോധന ഒരുപക്ഷെ കൂടുതൽ കുട്ടികൾക്ക് ഈ രോഗം സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ വൈറസ് ബാധ സ്ഥിരീകരിക്കാനൊക്കെ കാരണമായി മാറും. 2 ദിവസം മുൻപ് കർണാടക സർക്കാർ ഈ പനിബാധിതരായി എത്തുന്ന കുട്ടികളിൽ അവർക്ക് ശ്വാസ തടസ്സമുണ്ട് എങ്കിൽ, അത് സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ കൃത്യമായ പരിശോധന നടത്തണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ 2 കുട്ടികൾക്ക് അടുത്തടുത്തായി ഈ വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത്. ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ ഈ കേസ് ഉയരാനും സാധ്യതയുണ്ട്. അപ്പോഴും പറയാം, എന്തായാലും ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന HMP വൈറസിന് രണ്ടാമത്തെ കേസാണ് സ്ഥിരീകരിക്കുന്നത്. നേരത്തെ റയീസ് പറഞ്ഞതുപോലെ ഇത് ഇന്ത്യയിലുള്ള വൈറസ് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ കുട്ടികൾക്ക് സ്ഥിരീകരിച്ചിരിക്കുന്നത് ചൈനയിലെ വകഭേദമാണോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ആ പരിശോധനാ ഫലമായിരിക്കും നിർണായകം. എന്തായാലും ജാഗ്രതയോടെ സൂക്ഷിച്ചിരിക്കണം.